ഇത് വരുന്നത് സ്ട്രോങ് ഹൈബ്രിഡ് ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ Hey guys, welcome back to our channel for the vlogs. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വെച്ചാൽ നമ്മളെ സുസുക്കിൻ്റെ തന്നെ വാഹനമാണ്, മറ്റേതുമല്ല നമ്മളെ തൊട്ടടുത്തേക്കുണ്ട് ഗ്രാൻഡ് വിറ്റാരയാണ്. പക്ഷേ ഈ ഗ്രാൻഡ് വിറ്റാറിനെ കുറിച്ച് പറയുമ്പോൾ അതായത് നമ്മൾ നോർമൽ ഹൈബ്രിഡ് അതായത് സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ വേരിയൻറ്റ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡറാണ്. അതായത് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്, അത് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ. ഇന്ന് നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് ചെയ്യാൻ പോകുന്നത് ഓട്ടോമാറ്റിക് വാഹനമാണ്, അതായത് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് ഇതിന് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം ജസ്റ്റ് ഇതിൻ്റെ എക്സ്റ്റീരിയേഴ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഇന്റീരിയറും കാര്യങ്ങളും രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് കാട്ടിത്തരാം. കാരണം ചില കൂടുതൽ മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല, ഗിയർ ബോക്സ് ടൈപ്പും അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. പിന്നെ മാറ്റങ്ങൾ വരുമെങ്കിൽ ഹൈബ്രിഡിലേക്ക് വരും, അതായത് സ്ട്രോങ് ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ എക്സ്റ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ കാട്ടി തന്നെ നമുക്ക് ഇന്റീരിയർ കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രൈവിന് പോകാം. ആദ്യം തന്നെ അതായത് നമ്മുടെ ചാനൽ കാണാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഔട്ടർ അല്ല എക്സ്റ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം. അതായത് ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഈ ഗ്രിൽസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ കാണാം, ചെറിയ ഒരു അത്യാവശ്യം പീന ബ്ലാക്ക് എഡിഷനും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ സ്കിഡ് പ്ലേറ്റ് താഴെ ഏടാം പോർഷൻ്റെ നോക്കിയാൽ കാണാം ഒരു അലുമിനിയം ട്രീറ്റ്മെൻറ്റോടുള്ള സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എപ്പോഴും ഐസ് ക്യൂബ്സിൻ്റെ പോലെയുള്ള DRLസും കാര്യങ്ങളും അതുപോലെ തന്നെ പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് അതായത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം വെച്ചാൽ ഇതിൻ്റെ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡറാണ് ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ. മറ്റേ സൈഡ് വ്യൂ ഒന്നും കാര്യങ്ങളൊക്കെ ഒന്ന് കാട്ടിക്കൊടുത്താം. അതുപോലെ തന്നെ സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് നമുക്ക് ഒരു 17 ഇഞ്ചിൻ്റെ അലോയ് വീലും കാര്യങ്ങളൊക്കെ ആണ്. അതുപോലെ തന്നെ 215 ആണ് ഇതിൻ്റെ ടയർ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ 360 ഡിഗ്രി ക്യാമറ ഇതിന് വരുന്നുണ്ട് കേട്ടോ, അതായത് 360 ഡിഗ്രി ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ. അതുപോലെ തന്നെ മിറർ നിങ്ങൾക്ക് പൊതുവെ അറിയാലോ 360 ഓൾ ഓവർ കാണുന്നത്. അതുപോലെ തന്നെ റിക്വസ്റ്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൂ എഡിഷൻ ആണ്, അതായത് ബ്ലൂ ആയതുകൊണ്ട് ഈ ബ്ലാക്ക് കുറച്ചുകൂടി എത്രത്തോളം വ്യക്തമാണെന്ന് അറിയില്ല. കാരണം വെച്ചാൽ ഈ പോർഷൻ അതായത് നമുക്ക് ഈ ഒരു ഫെൻഡേഴ്സിൻ്റെ ഭാഗത്ത് കൂടി അതുപോലെ തന്നെ ഈ ക്ലാഡിംഗ് ഒക്കെ പോകുന്നത് ബ്ലാക്ക് പോർഷനിലാണ്. അത് എത്രത്തോളം ഇതിൽ വ്യക്തമാണെന്ന് അറിയില്ല, എങ്കിലും കുഴപ്പമില്ല ഗൈസ്. അത് വൈറ്റാണ് ഞങ്ങൾ ആദ്യം തന്നെ റിവ്യൂ എടുത്തത്. ആ വൈറ്റിൽ കാണാൻ നിങ്ങൾക്ക് എത്രത്തോളം വണ്ടിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ റോഡിൽ തന്നെ അത്യാവശ്യം എന്താ പറയുക കുറച്ചുകൂടി അട്രാക്റ്റീവ് ലുക്കാണ് കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നത് കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് കൂടെ ഹൈലൈറ്റ് ആയി കാണിക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ടൈലാമ്പാണ്. കാരണം കുറച്ചുകൂടി വ്യത്യസ്തമായ ടൈലാമ്പ് അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രീമിയം ആയ ടൈലാമ്പും കാര്യങ്ങളൊക്കെ ഇതിന് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അതായത് കുറച്ചുകൂടി കണക്റ്റഡാണ് തോന്നുന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നടുക്ക് സുസുക്കിൻ്റെ ലോഗോ ഒരു ക്രോമിയം ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു പിയാനോ ബ്ലാക്ക് ഫീച്ചർ ക്ലസ്റ്ററിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ പേര് അതായത് ബാഡ്ജിങ് ആണ്. ഇതിവിടെ ഫുള്ളി ഹൈബ്രിഡ് ആണെങ്കിൽ കുറച്ചുകൂടി വേറെ ടൈപ്പ് കളറാണ്. സ്ട്രോങ് ഹൈബ്രിഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ കളറല്ല വരുന്നത്. പിന്നെ ബാക്കിൽ ക്യാമറ അതുപോലെ തന്നെ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് ഇതിന് ആൾ ഓവർ എക്സ്റ്റീരിയർ വരുന്നത്. ഇന്റീരിയർ കാണിച്ചിട്ട് ഡ്രൈവിന് പോകും. ഇത് ഇന്റീരിയർക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ആണ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ നോബും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടെ 360 ഡിഗ്രി ക്യാമറ വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ HUD അങ്ങനത്തെ കൺട്രോൾസും കാര്യങ്ങളൊന്നും ഇല്ല, കാരണം ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഒന്നും ഇല്ല. അത് സ്ട്രോങ് ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ വെന്റിലേറ്റർ സീറ്റൊക്കെ അതിലേ ഉള്ളൂ. ഇതിൽ ഈ സാധനം നോർമൽ ഓൾറെഡി അപ്ലോഡറാണ് ഗൈസ്, ജസ്റ്റ് ഒന്ന് കാട്ടി തന്നുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ബാക്കിയൊക്കെ നമുക്ക് ഇതിൻ്റെ പവറും കാര്യങ്ങളും അതുപോലെ തന്നെ ഒക്കെ നമുക്ക് ഡ്രൈവിൽ സംസാരിക്കാം കേട്ടോ. മച്ചനെ ബാക്ക് ഒന്ന് കാട്ടി കൊടുത്താൽ ബാക്കിൽ ജസ്റ്റ് ഒന്ന് കാട്ടി തരാം. അത് തുറന്ന ഇതണ്ടില്ല ഇതിൻ്റെ ബാക്സ് ആധാരത്തെ ബാഗ് നമ്മളേക്കല്ലേ അത് ബാഗ് കൊണ്ട്. കാരണം ചില ഒരു പീച്ചല്ല ബ്രൗൺ കളറാണ് കേട്ടോ. ബ്രൗണും പിയാനോ ബ്ലാക്ക് അതുപോലെ തന്നെ ബ്ലാക്ക് ഈ ഒരു കളർ മിക്സ് ചെയ്ത് കാണാണ് ഇതിൻ്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ അത് നല്ലൊരു പ്രീമിയം, കാരണം എന്ന് വെച്ചാൽ ഇതിന് ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല, കാരണം അന്യായ ക്വാളിറ്റിയാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ ഇത് രണ്ടും നിങ്ങൾ കണ്ടു. അതുപോലെ തന്നെ ഇത് കൂടുതൽ ഡീറ്റെയിൽഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക, ഫോർ ഡേ വ്ളോഗ്സ്. അതായത് നിങ്ങളിപ്പോൾ കാണുന്ന ചാനൽ തന്നെ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡറാണ്. ഇതിൻ്റെ ഫുൾ റിവ്യൂ നമ്മുടെ ചാനലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രൈവിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഗ്രാൻഡ് വിറ്റാര ഡ്രൈവിന് പോകണം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇത് ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. അപ്പോൾ നമ്മൾ കൂടെ ഒരാളും കൂടി ഉണ്ടെന്ന് ഷംനാദിലെ പേര്, ഇവിടെ നെക്സിൽ വർക്ക് ചെയ്യുന്ന ആൾ തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ആദ്യം ജസ്റ്റ് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് യാത്ര ചെയ്യണത്, അത് ആദ്യം തന്നെ പറഞ്ഞുതരാം. സീറ്റ് ബെൽറ്റ് ഈസ് ഫസ്റ്റ് പ്രയോറിറ്റി. സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് സെറ്റായി പോകാൻ മതി. നമുക്ക് മെയിൻ ഹൈവേയിൽ എത്തിയിട്ട് ബാക്കി സംസാരിക്കട്ടെ, അതിൻ്റെ സസ്പെൻഷൻസും കാര്യങ്ങളും അതുപോലെ തന്നെ കംഫർട്ടും കാര്യങ്ങളൊക്കെ. ഇപ്പം തന്നെ ഒരു ബമ്പിങ് കഴിഞ്ഞു. ഇത് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണല്ലേ വരുന്നത്, ടോർക്ക് കൺവേർട്ടർ അല്ലേ. അതായത് ചെറിയ ലാഗും കാര്യങ്ങളൊന്നും അല്ലാതെ ഇല്ലല്ലേ, കുറവാണ് അല്ലേ. അതിന് തന്നെ ചെറിയൊരു സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ അതായത് സിസ്റ്റം ഉണ്ടായതുകൊണ്ട് ബൂസ്റ്റപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് നമുക്ക് എല്ലാം ടെസ്റ്റിംഗ് ആണ്. ബ്രേക്കിംഗ് ക്വാളിറ്റി ഒക്കെ പക്കയാണ്. 1.5 ഏകദേശം 1468 ഏക്കാരം വരിക. അപ്പോൾ ഇതിപ്പോൾ പബ്ലിക്കിന് അതായത് റിയാക്ഷൻ കൊടുക്കാൻ ഇപ്പോൾ ഏകദേശം എത്ര മൈലേജ് ഇപ്പോൾ ഇതിന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഒരു 17 എന്തായാലും കിട്ടില്ല, കാരണം ഹൈബ്രിഡും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട്. ക്രാഷ് ചെയ്ത് ഓടിച്ചാൽ കിട്ടില്ല, ഒരു സ്മൂത്ത് ഡ്രൈവിലൊക്കെ എക്കണോമിയിൽ പോയാൽ കിട്ടും.
അതുപോലെ തന്നെ ഇതാക്കണം. ഇപ്പോൾ റോഡ് ബംസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഫ്രണ്ടിൽ മച്ചാൻ ഫ്രണ്ടൊന്നും കാട്ടി കൊടുത്താൽ മലപ്പുറം ടൗണാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ റോഡ് ഹൈവേയിൽ ബംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ബംസും കാര്യങ്ങളൊക്കെ കാണാം. സസ്പെൻഷനൊക്കെ പക്കയാണ്, കാരണം ചില ഉള്ളിലേക്ക് അത്ര ഇതൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ ഇത് മാനുവലേക്ക് കൺവേർട്ട് ചെയ്തു നമുക്ക്, ഓട്ടോമാറ്റഡ് മാനുവലല്ലേ. പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട് അല്ലേ, പാഡൽ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ. ഗൈസ്, അപ്പോൾ നമ്മളെ വണ്ടി കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റിന് ഇതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്മിഷൻ തന്നെയാണ്, അതായത് തന്നെ ഓട്ടോമാറ്റിക് ആണ്. ഇപ്പോൾ നമുക്ക് ലോങ് ഡ്രൈവിനൊക്കെ പറ്റിയ വാഹനം തന്നെയാണ്. ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ കണ്ട ഷോട്ട് എന്താ വെച്ചാൽ ഞങ്ങൾ കുറച്ച് മുന്നേ എടുത്താണ്, അതായത് നമ്മൾ ക്യാമറമാൻ ഇറക്കിയിട്ട് എടുത്താണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വണ്ടി. അപ്പോൾ അതിനെ കുറിച്ച് പറയുന്നത് എന്താ വെച്ചാൽ വണ്ടിക്ക് യാതൊരു ലാഗും കാര്യങ്ങളും വരുന്നില്ല. അതുപോലെ തന്നെ കൊടുത്താൽ നമ്മൾ തൂവൽ പോലെ ഒഴുകുക എന്ന് പറയില്ലേ, ആ ഒരു ഫീലിക്ക് വേണമെങ്കിൽ കിട്ടും. കാരണം വെച്ചാൽ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഫൂട്ടിൽ വെക്കുകയാണ്, നോക്കിക്കോളെ, കണ്ടില്ലേ, ഒരു ലാഗുമില്ല, ജസ്റ്റ് പെട്ടെന്ന് ബൂസ്റ്റപ്പ് ആയി പോവാണ്. അതുപോലെ തന്നെ സസ്പെൻഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു സ്മൂത്ത് സസ്പെൻഷനാണ്. ഇതിന് നമ്മൾ ഏതൊരു വാഹനത്തിന് നമ്മൾ കുറ്റം പറയാൻ കുറച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു കുറ്റം പറച്ചിലും കാര്യങ്ങളൊന്നും ഇതിൻ്റെ യാതൊരു ആവശ്യമില്ല. കാരണം ഒക്കെ പക്ക പ്രീമിയം ആക്കിയാണ്. അതുപോലെ തന്നെ ക്വാളിറ്റി എന്നാണെങ്കിൽ യാതൊരു കോംപ്രമൈസിലും നിങ്ങൾക്ക് ഇന്റീരിയർ ക്വാളിറ്റി ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും, കാരണം എത്രത്തോളം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഡുവൽ ടോൺ കളറാണ്, അതായത് ബ്രൗൺ ഫിനിഷും അതുപോലെ തന്നെ ബ്ലാക്ക് ഫിനിഷും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പിന്നെ എഞ്ചിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇത് പെട്രോൾ എഞ്ചിനാണ്, ഏകദേശം 1.5 ലിറ്റർ വരുന്ന പെട്രോൾ എഞ്ചിനാണ്. പിന്നെ ഇതൊരു മൈൽഡ് ഹൈബ്രിഡ് സെറ്റപ്പ് കൂടി ഉണ്ടാകുമ്പോൾ തന്നെ അതിപ്പോൾ നമുക്ക് ചെറിയൊരു തോതിൽ പെട്രോളിന് ലാഗ് വരുന്നുണ്ടെന്നുണ്ടെങ്കിലും, അതായത് അത് നമുക്ക് ഈ ഒരു മൈൽഡ് ഹൈബ്രിഡോട് കൂടി അത് പെട്ടെന്ന് ബൂസ്റ്റപ്പ് ആവും, അതായത് നമുക്ക് ആ ലാഗ് അറിയിക്കില്ല. പിന്നെ നമുക്കിത് മാനുവൽ ആയിക്കാണ്ട് ഓടിക്കട്ടോ, അതായത് ജസ്റ്റ് ഇത് മാനുവൽ മോഡിൽ ഇട്ടിട്ട് നമുക്ക് പാഡ് ഷിഫ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സാധാ മാനുവൽ മോഡ് ഓടിക്കുന്ന ഫീലും കാര്യങ്ങളൊക്കെ ഇതിന് കിട്ടും ചെയ്യും. അപ്പോൾ ഏത് ആൾക്കും വേണമെങ്കിൽ എടുക്കട്ടോ, കാരണം എന്ന് വെച്ചാൽ 24 ലക്ഷം രൂപ അല്ല ഇതിന് വരുന്ന പ്രൈസ്. ഏറ്റവും ടോപ്പ് സ്ട്രോങ് ഹൈബ്രിഡിന് 20 ആണ് പോലെ. അപ്പോൾ എത്രത്തോളം വേരിയൻസ് ടോപ്പ് മോഡൽ? 3 വേരിയന്റ് വരുന്നത്, ഡെൽറ്റ, ആൽഫ, 3 വേരിയൻസ്. അതുപോലെ തന്നെ ഈ എഞ്ചിനൊക്കെ സാധാരണ നോർമലി നമ്മൾ കണ്ട എഞ്ചിൻസും കാര്യങ്ങളൊക്കെ അല്ലേ? സ്ട്രോങ് മാത്രമല്ല, ജസ്റ്റ് ഇങ്ങനെ വേരിയേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരുന്നല്ലേ. സ്ട്രോങ് ഹൈബ്രിഡ് 3 സിലിണ്ടർ ആണ് അല്ലേ? പക്ഷേ ഇതിന്റെ ക്യാബിനിക്ക് തീരെ നോയ്സ് ഇല്ല കേട്ടോ. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ആക്സിലേറ്റർ കൊടുത്താലും ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് നോയ്സും കാര്യങ്ങളില്ല. ജസ്റ്റ് ഒരു ആ മൂളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും നോയ്സ് വളരെ കുറവാണെന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ സ്ട്രോങ് ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ ചെറിയൊരു രീതിയിൽ നോയ്സ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചെറിയ രീതിയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ചില പെർഫോമൻസ് ബേസ്ഡ് ചെറിയ തോതിൽ വ്യത്യാസം ഉണ്ടാവും ഇതും അതുപോലെ തന്നെ സ്ട്രോങ് ഹൈബ്രിഡും വെച്ച് നോക്കുമ്പോൾ. ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ട്രാഫിക്കിൽ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും. അതുകൊണ്ട് നമുക്ക് മൈലേജ് നമുക്ക് കൂടുതൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. കൂടുതലും ചില റാഷ് ഡ്രൈവിങ്ങിനൊന്നും ഇത് പറ്റില്ല. അതായത് നോർമൽ ഡ്രൈവിൽ ഒരു എക്കോണമി ഡ്രൈവിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. ഏകദേശം 17 കിട്ടും അല്ലേ? ഏകദേശം 17 നമുക്ക് പറയാം. അത് ചിലത് ഓട്ടോമാറ്റിക് ആണ്, അതുപോലെ തന്നെ പെട്രോൾ ആണ്, എന്നിട്ട് ആ മൈലേജ് കിട്ടുന്നുണ്ട്. മാരുതിന്റെ മൈലേജ് നിങ്ങൾക്ക് അറിയില്ല, കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഒട്ടുമിക്ക ആളുകളും യൂസ് ചെയ്യുന്നതായ കാര്യം മാരുതിന്റെ വെഹിക്കിൾസ്, അതുപോലെ തന്നെ മൈൽഡ് ഹൈബ്രിഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരെ കാര്യം എത്രത്തോളം മൈലേജ് കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാലോ. കാരണം കൂടുതലും കാര്യങ്ങളൊക്കെ മാരുതിയാണ്, കാരണം കുറഞ്ഞ റേറ്റ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തരുന്നത് സുസുക്കിന്റെ ബൈക്കിലാണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇതിന്റെ ഇന്ത്യയിലേക്ക് തീരെ നോയ്സും കാര്യങ്ങളൊക്കെ ഇല്ല കേട്ടോ. പിന്നെ ഇത് ഏകദേശം ഇതിപ്പോൾ എത്ര ലക്ഷം വരും ഇപ്പോൾ ഈ ഒരു ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ? 20,70,000 ഓൺ റോഡ് പ്രൈസ് അല്ലേ? അപ്പോൾ ഇതിന് ഇത് ആൽഫ ആണോ? പിന്നെ HUD ഒക്കെ അതുപോലെ തന്നെ നമുക്ക് ഇതിന് മാത്രമല്ലല്ലോ, സ്ട്രോങ് ഹൈബ്രിഡിൽ മാത്രമല്ലല്ലോ. അതുപോലെ തന്നെ 22 lakh മുതൽ സ്റ്റാർട്ട്. 4 വീൽ ഡ്രൈവ് ഇതിന് വരുന്നുണ്ടോ? ഇതിന് ഓട്ടോമാറ്റിക് മാനുവലിലാണ് വരുന്നത്. പിന്നെ ഇപ്പോൾ ചോദിക്കേണ്ട, അതായത് ഒരു മെയിൻ്റെനൻസ് നമുക്ക് എത്ര പ്രതീക്ഷിക്കാം ഇതിന്? കാരണം മെയിൻ്റെനൻസ് ആയിട്ടില്ല, എന്നാലും കുറവായിരിക്കാൻ സാധ്യത. കാരണം ചില മറ്റ് ബേസ്ഡ് ആകുമ്പോൾ കുറവാണ്, അതുപോലെ തന്നെ മൈലേജ് കൂടുതലാണ്, വില കുറവാണ്, അതുപോലെ തന്നെ ഫീച്ചറാണ്. ഞങ്ങൾ ഇന്റീരിയർ ക്വാളിറ്റി അങ്ങ് ശ്രദ്ധിച്ചേക്കാൻ അത്രത്തോളം സ്മൂത്ത് ആണ് കാര്യങ്ങളൊക്കെ വരുന്നത്, കണ്ടില്ലേ?
വിറ്റാറിൻ്റെ ഡ്രൈവ് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യം തന്നെ പറഞ്ഞു, അതായത് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ക്യാമറ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അതായത് ഞങ്ങൾ പുറത്തുനിന്ന് ഷോട്ട് എടുക്കാൻ വേണ്ടിയാണ് ക്യാമറമാനെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറക്കി വിട്ടു, ആണ് ഒഴിവാക്കിയെന്നാണ് പറയാം. എന്നിട്ട് ഞങ്ങൾ കുറച്ച് ദൂരം പോയി. ആ ഒരു പോക്കിൽ ഞാൻ ജസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അതായത് ലാഗ് യാതൊരു തരത്തിലും ലാഗില്ല, അല്ലേ പറയാം, ലാഗും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതായത് ടോർക്ക് കൺവേർട്ടർ ആണ് ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ 6 സ്പീഡ് ഓട്ടോമാറ്റിക്. അപ്പോൾ ലാഗും കാര്യങ്ങളും തീരെ വരുന്നില്ല. 1.5 ലിറ്റർ, അതായത് 1462 cc ആണ് ഇത് വരുന്നത്. പിന്നെ എന്താ വെച്ചാൽ 136.8 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ആ ഒരു പവർ, അതായത് നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3500 അല്ലെങ്കിൽ ഒരു 3000 RPM മുകളിൽ പോകണം. ഇതിൻ്റെ റെഡ് ലൈൻ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് ഒറ്റ മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, മച്ചാനൊന്നും വരുന്നോളി. അപ്പോൾ അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അല്ല, ഇതിൽ 6500 RPM റെഡ് ലൈൻ ഇട്ടിരിക്കുന്നത്. പക്ഷേ ഏകദേശം ഒരു 3000 RPM അല്ലെങ്കിൽ 3000-3500 മുകളിലേക്ക് വരുമ്പോൾ തന്നെ ഇതിൻ്റെ പവർ നമുക്ക് പെട്ടെന്ന് അനുഭവിക്കാൻ പറ്റും. അതായത് മറ്റേത് പവർ ഇല്ല എന്നല്ല, അതായത് കുറച്ചും കൂടി ആ ഒരു ഫീൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു 3000-3500 RPM മുകളിലേക്ക് പോകണം. അപ്പോൾ എഞ്ചിൻ ബാങ്ക് ശ്രദ്ധിച്ചാൽ കാണാൻ ഇതാണ് വരുന്നത്. സാധാരണ നോർമൽ പാക്ക് നമ്മൾ എന്നാൽ കാട്ടി തന്നാണ്, ജസ്റ്റ് എങ്കിലും കാട്ടി തരുന്നതാണ് നമ്മൾ ഓടിച്ചിരുന്നത്. അത്യാവശ്യം നീറ്റ് ക്വാളിറ്റി. അതുപോലെ തന്നെ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഓൾ ഓവർ പാക്കിംഗ് ഒന്നുമില്ല, ജസ്റ്റ് എല്ലാതും ഓരോ ജസ്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഹൈഡ്രോളിക് സ്ട്രെച്ച് ഒന്നും ഇല്ല, സാധാരണ നോർമൽ തന്നെയാണ് വരുന്നത്. ഇതിന് ബംസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഹൈവേയിൽ ഉണ്ടാവുന്ന കുറച്ച് ബംസ്, അതുപോലെ തന്നെ സൂപ്പർ ഡീപ്പായ പാത്ത് ഹോളും നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് നമ്മൾ ഹൈവേന്ന് കയറിയപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, അത് ജസ്റ്റ് നല്ലൊരു ഡീപ്പായിട്ടുള്ള പാത്ത് ഹോൾ തന്നെയാണ്. പക്ഷേ എങ്കിൽ ആ സസ്പെൻഷൻ സ്മൂത്ത് ആയത് വർക്ക് ചെയ്യേണ്ടതിന് ഉള്ളിലേക്ക് കുറഞ്ഞ ഇതിലുണ്ടെന്നുള്ളൂ. പക്ഷേ എങ്കിലും SUV ആണ്, പക്ഷേ എങ്കിലും നമുക്ക് വളരെയധികം കംഫർട്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, അതായത് ആ ഒരു അത്രയും ഡീപ്പായിട്ടും കൂടി നമുക്ക് ഉള്ളിലേക്ക് വല്ലാതെ കുത്തുന്നില്ല. പിന്നെ ബാക്ക് സ്പേസ് ആണെന്നുണ്ടെങ്കിൽ 3 പാസഞ്ചർ കംഫർട്ട് ആയിരിക്കും. അതുപോലെ തന്നെ ബാക്ക് വീൽ ഡ്രൈവും കാര്യങ്ങളൊക്കെ സ്മൂത്തും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കാർ ജസ്റ്റ് ഒന്ന് ആക്സലറേഷൻ ബൂസ്റ്റപ്പ് ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് സ്പീഡ് വരുന്നുണ്ട്. അതായത് പെട്ടെന്ന് ഒരു ലാബും ഇല്ലാതെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ കയ്യിലില്ലാതെ വെച്ചാൽ നമ്മളിപ്പോൾ മൈൻഡ് ഹൈബ്രിഡിനെ ടെസ്റ്റ് ഡ്രൈവ് ആണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇത് വരുന്നത് സ്ട്രോങ് ഹൈബ്രിഡ് ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചു തരാം. അതായത് അതിനില്ലാത്ത ഇതിന് എന്തൊക്കെയല്ല ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം കേട്ടോ. കാരണം ഇത് സ്ട്രോങ് ഹൈബ്രിഡ് വെർഷൻ ആണ്. ഇതിൻ്റെ ഫ്രണ്ട് ലിപ്പിങ് കാര്യങ്ങൾ നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും. അതായത് കുറച്ചും കൂടി ഒരു പ്രീമിയം ടച്ച് കൊടുത്തിരുന്നു. മറ്റേത് സാധാ അലുമിനിയം ആണെന്നുണ്ടെങ്കിൽ ഇത് അലുമിനിയം അല്ല കൊടുക്കുന്നത്, കുറച്ചും കൂടി ഒരു ഗ്രേ ഫിനിഷിൽ അതുപോലെ തന്നെ ഒരു പിയാനോ ബ്ലാക്ക് എഡിഷനിലൊക്കെയാണ് കൊടുത്തിരുന്നത് കേട്ടോ. പിന്നെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. പിന്നെ ഇന്റീരിയറിലേക്ക് പോകാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കാര്യങ്ങളൊക്കെ, അതായത് 360 ഡിഗ്രി ക്യാമറ ഉണ്ട്, അതുപോലെ തന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് ബ്ലൂ എഡിഷനിലാണ് ഇതിൻ്റെ പവർ ബട്ടൺ കൊടുത്തിരുന്നത്. അതായത് മറ്റിൽ നമുക്കൊരു ബ്രൗൺ ഫിനിഷിലാണെന്നുണ്ടെങ്കിൽ ഇത് സ്ട്രോങ് ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ ബ്ലൂ ഫിനിഷിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഓട്ടോമാറ്റിക്കിനാണ് വരുന്നത്. ഇത് 3 സിലിണ്ടർ എഞ്ചിനാണ്. അതായത് കുറച്ചുകൂടി പെർഫോമൻസിൽ ചെറിയ തോതിൽ കൂടും. പിന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അതായത് ഇവിടെ കണ്ടില്ലേ, HUD ഇരുന്ന് കാണില്ല, ഇത് ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉയർത്താനും അതുപോലെ തന്നെ താത്താനുള്ള സംഭവം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് 360 ഡിഗ്രി ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സീറ്റിൻ്റെ കംഫർട്ട്, അതായത് സീറ്റിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടി നോക്കിയാൽ മനസ്സിലാവും. കുറച്ചുകൂടി വേറെ രീതിക്കാണ് ഇതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്, കണ്ടില്ലേ. അതുപോലെ തന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഈ ഒരു കാര്യത്താണ് വരുന്നുണ്ടോ. അതുപോലെ തന്നെ ഉള്ളൊന്ന് കാട്ടി കൊടുത്താൽ വെച്ചാൽ വെന്റിലേറ്റഡ് സീറ്റും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട്, കണ്ടില്ലേ. വെന്റിലേറ്റഡ് സീറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ EV മോഡ്, ഡ്രൈവ് മോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. അതായത് ഇലക്ട്രിക് മോഡിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ സാധാരണ നോർമൽ മോഡിലും യൂസ് ചെയ്യുക. അതാണ് ഇതിൻ്റെ ഇന്റീരിയറിലേക്ക് വരുന്ന മാറ്റം. അതുപോലെ തന്നെ പറഞ്ഞു ഹെഡ് അപ്പ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ. പിന്നെ ബാക്കിൽ എന്താണെന്ന് വെച്ചാൽ മറ്റിൽ മൈൽഡ് ഹൈബ്രിഡ്, അതായത് സ്മാർട്ട് ഹൈബ്രിഡ് എന്നൊരു നീല രീതിക്കാണ് എഴുതിയിരുന്നെങ്കിൽ ഇതിൻ്റെ ഗ്രാൻഡ് വിറ്റാര അതുപോലെ തന്നെ ഹൈബ്രിഡ് എന്ന് എഴുതിയ കാണാം. അതായത് സ്മാർട്ട് നല്ല സാധാ ഫുള്ളി ഹൈബ്രിഡ്, വെറും ഹൈബ്രിഡ് എന്ന് എഴുതിയ കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സ്കിഡ് പ്ലേറ്റ് അല്ലെങ്കിൽ ബാക്ക് പ്ലേറ്റിംഗ് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഡിഫ്യൂസർ പോലെ തോന്നിപ്പിക്കുകയെന്ന് വെച്ചാൽ ഇതും ഒരു ഗ്രേ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. മറ്റേത് ഒരു സാധാ ഒരു പ്ലാസ്റ്റിക് അലുമിനിയം ട്രീറ്റ്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി വെറൈറ്റി രീതിക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് സൈഡ് പ്രൊഫൈൽ, അതായത് സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ഫുള്ളി ഹൈബ്രിഡിൻ്റെ സൈഡ് പ്രൊഫൈൽ കാണിക്കാൻ മറന്നു. അതായത് ആ ജസ്റ്റ് ക്ലാഡിങ് പോകുന്നത് പിയാനോ ബ്ലാക്ക് എഡിഷനാണ്. അതായത് ഒരു ബ്ലൂ കളർ ആയതിനകത്തോളം ക്യാമറയിൽ വ്യക്തമാണെന്ന് അറിയില്ല, പിയാനോ ബ്ലാക്ക് ഫിനിഷും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. ഗൈസ്, അപ്പോൾ നിങ്ങൾ രണ്ട് വണ്ടിൻ്റെ, അതായത് ജസ്റ്റ് ഞാൻ റിവ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ സ്ട്രോങ് ഹൈബ്രിഡിനെയാണ്. അതുപോലെ തന്നെ ഡ്രൈവും കാര്യങ്ങളൊക്കെ കാണിച്ചത് സാധാ സ്മാർട്ട് ഹൈബ്രിഡിനെയാണ്. അപ്പോൾ അതിന് വെച്ചാൽ രണ്ട് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ആൾറെഡി പറഞ്ഞു. അപ്പോൾ എന്ന് വെച്ചാൽ രണ്ടും കുഴപ്പമില്ലാത്ത വണ്ടി കാര്യങ്ങളൊക്കെയാണ് എവർക്കും ബുക്ക് ചെയ്യുക. ഏകദേശം ഒരു 12 ലക്ഷം മുതൽ 24 ലക്ഷം വരെയാണ് ഏറ്റവും ടോപ്പ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ബുക്ക് ചെയ്യണം. കാരണം വെച്ചാൽ അത്യാവശ്യം ബുക്കിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബുക്കിങ്ങിൻ്റെ വെയിറ്റിംഗ് പീരീഡ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്. എങ്കിലും തോന്നുന്ന വെയിറ്റിംഗ് ഉണ്ടല്ലോ. കാരണം വെച്ചാൽ വണ്ടി ഏകദേശം ആൾക്കാരൊക്കെ എടുക്കുന്നുണ്ട്. റോഡ് പ്രസൻസ് എന്ന് പറയുകയാണെങ്കിൽ അതിയായ റോഡ് പ്രസൻസ് ഉണ്ട്. ഈ വാഹനത്തിൻ്റെ, അതായത് നെക്സ ഷോറൂമിലാണ് നിൽക്കുന്നത് മലപ്പുറം. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഞങ്ങൾ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതായത് നിങ്ങൾക്ക് കോൺടാക്ട്സ് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ. അപ്പോൾ ഇതാണ് വണ്ടിൻ്റെ ഓൾ ഓവർ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഞങ്ങളുടെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസസ് ആൻഡ് റിവ്യൂസ്. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ വീഡിയോ കിട്ടാൻ ചാനൽ അടിച്ചോളൂ, സബ്സ്ക്രൈബ് ബട്ടൺ പൊളിച്ചോൾ ബട്ടൺ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.